ഈ സി ഓഫീസ് ഇവിടെ വരുന്നതിൽ മറ്റാരും തന്നെ അവകാശവാദം ഉന്നയിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതെന്താ അർത്ഥത്തിലാണ് അവരങ്ങനെ പറഞ്ഞത്? ഇല്ല, അതെല്ലാം ഇവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കളുടെ കഴിവ് കൊണ്ടാണ് വരുന്നതെന്നാണോ പറയുന്നത്? മറ്റ് സന്നദ്ധ സംഘടനകളൊക്കെ വിളിച്ചുകൂട്ടി ഒരു ജനകീയ സമിതി ഉണ്ടാക്കി ആ സമിതിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള നവീകരണങ്ങൾ നടത്തേണ്ടത്. സി ഐയുടെ അടുത്ത് തന്നെ ഇവർ പോയി പറയും, നമ്മളെ ചെലവിലാണ് ഈ സി ഓഫീസ് ഇവിടെ പണിതിരിക്കുന്നത്, നമ്മൾ പറയും പോലെ ഇവിടെ കേൾക്കണം. നിങ്ങളിരിക്കുന്ന കസേര നമ്മുടെ ചെലവിലാണ്, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന മേശ നമ്മുടെ ചെലവിൽ പണിതതാണ്. ബാലരാമപുരത്ത് സി ഓഫീസ് വരുന്നതിനെ BJP സ്വാഗതം ചെയ്യുകയാണ്. എന്നാൽ അതിൻ്റെ പേരിൽ നടക്കുന്ന രാഷ്ട്രീയ മുതലെടുപ്പിന് BJP ശക്തമായി എതിർക്കുകയാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഒരു സ്റ്റേഷന് ഒരു CI ആയിരുന്നു. ഈ സർക്കാർ ഇപ്പോൾ വന്നപ്പോൾ അപൂർവം ചില സ്റ്റേഷന് ഒഴിച്ച് മറ്റ് സ്റ്റേഷനൊക്കെ 2 സ്റ്റേഷൻ ഒരു CI ആക്കി മാറ്റുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ബാലരാമപുരത്തെയും കാഞ്ഞിരംകുളം സ്റ്റേഷൻ ഉൾപ്പെടുത്തി ഒരു CI ഓഫീസ് സ്ഥാപിക്കണം എന്ന് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ നേതാക്കളോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് ഇവിടെ എന്താണ് അതിനുള്ള കാര്യമായിരിക്കുന്നത്? അത് ചെയ്യേണ്ടത് ഗവൺമെൻറ്റാണ്. അതിൻ്റെ പേരിൽ ബാലരാമപുരത്തെ ഹെഡ് പോസ്റ്റ് ചരിത്രം നമുക്കറിയാം. ഈ ഹെഡ് പോസ്റ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് ബാലരാമപുരം പോലീസ് സ്റ്റേഷൻ ഇവിടെ സ്ഥിതി ചെയ്തിരുന്നത്. റോഡ് വൈഡനിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഹെഡ് പോസ്റ്റ് ഇരുന്ന പോലീസ് സ്റ്റേഷനെ പനേറക്കുന്നിലേക്ക് മാറ്റുകയും ബാലരാമപുരത്ത് എപ്പോഴും ഒരു പോലീസിൻ്റെ സാന്നിധ്യം ആവശ്യമായതുകൊണ്ട് ഇവിടെ ഹെഡ് പോസ്റ്റായിട്ട് നിലനിർത്തുകയും ചെയ്തു. അതിനുശേഷം 7:30 മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പോലീസുമില്ല, ഇവിടെ ട്രാഫിക്കുമില്ല. ഒരു സി ഓഫീസ് ബാലരാമപുരത്ത് വരുന്നത് നല്ലതാണ്, പക്ഷേ അത് കോൺഗ്രസ്സുകാരാണ് കൊണ്ടുവന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ നവീകരണത്തിൻ്റെ ചുമതല, അതായത് ഹെഡ് പോസ്റ്റിനെ സി ഓഫീസാക്കി മാറ്റുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കണമെന്നാണ് പറയുന്നത്. അതിന് 5 ലക്ഷം രൂപ കോൺഗ്രസ്സുകാർ പിരിച്ചെടുത്ത് കൊടുക്കാൻ പോകുന്നു. അവരുടെ നേതൃത്വത്തിലാണ് ഈ ഹെഡ് പോസ്റ്റിനെ നവീകരിക്കാൻ പോകുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അവർ പറയുന്നത് ഈ സി ഓഫീസ് ഇവിടെ വരുന്നതിൽ മറ്റാരും തന്നെ അവകാശവാദം ഉന്നയിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതെന്താ അർത്ഥത്തിലാണ് അവരങ്ങനെ പറഞ്ഞത്? മറ്റ് അവകാശവാദങ്ങളെന്ന് പറയുമ്പോൾ ഇവിടുത്തെ MLAക്ക് MPക്ക് ഒന്നും ഇതിലൊരു ഉത്തരവാദിത്വവുമില്ല. അതെല്ലാം ഇവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കളുടെ കഴിവ് കൊണ്ടാണ് വരുന്നതെന്നാണോ പറയുന്നത്? ഇവിടെ ഒരു MP ഉണ്ട്, MLA ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഹെഡ് പോസ്റ്റിനെ സി ഓഫീസായിട്ട് നവീകരിക്കുമ്പോൾ MLAയുടെ MPയുടെയും ഫണ്ട് അവർക്ക് ഉപയോഗിക്കാമല്ലോ. അല്ലെങ്കിൽ MLAയുടെ MPയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ ജനപ്രതിനിധികളെ, ഇവിടുത്തെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും അതുപോലെ തന്നെ ഫ്രാപ്സ് അതുപോലുള്ള സംഘടനകളെയും മറ്റ് സന്നദ്ധ സംഘടനകളൊക്കെ വിളിച്ചുകൂട്ടി ഒരു ജനകീയ സമിതി ഉണ്ടാക്കി ആ സമിതിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള നവീകരണങ്ങൾ നടത്തേണ്ടത്. അല്ലാതെ കോൺഗ്രസിൻ്റെ പ്രാദേശികമായിട്ടുള്ള നേതാക്കളല്ലേ ഇവിടെ ചെയ്യേണ്ടത്. ഇവിടെ സി ഓഫീസ് വരുമ്പോൾ പിന്നെ ഭരണം നടത്താൻ പോകുന്നത് ആരാണ്? ഇവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കളാണ്. ഇപ്പോഴും തന്നെ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ഇതിൻ്റെ പണിയൊക്കെ നിയന്ത്രിക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ ചില പ്രവർത്തകരാണ് ഇവിടെ നിന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അടുത്ത് സി ഓഫീസാക്കി വരുമ്പോൾ CIയുടെ അടുത്ത് തന്നെ ഇവർ പോയി പറയും, നമ്മളെ ചെലവിലാണ് ഈ സി ഓഫീസ് ഇവിടെ പണിതിരിക്കുന്നത്, നമ്മൾ പറയും പോലെ ഇവിടെ കേൾക്കണം. ഇപ്പോൾ തന്നെ ഇവിടെ ഇരിക്കുന്ന പോലീസ് ഓഫീസർമാർ കോൺഗ്രസിൻ്റെ ആജ്ഞാനുവർത്തികളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഇവിടുത്തെ ചോട്ട നേതാക്കൾ പറയുന്നതാണ് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേൾക്കുന്നത്. ഇനിയിപ്പോൾ ഇവർ ഈ സി ഓഫീസും കൂടെ നവീകരിച്ച് വരുമ്പോൾ CI ഇതിനടുത്ത് പോയി പറയും, നിങ്ങളിരിക്കുന്ന കസേര നമ്മുടെ ചെലവിലാണ്, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന മേശ നമ്മുടെ ചെലവിൽ പണിതതാണ്, നിങ്ങൾ ഉപയോഗിക്കുന്ന ബാത്റൂം, നിങ്ങളിരിക്കുന്ന ടോയ്ലറ്റ് ഇതെല്ലാം കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെ ഫലമായിട്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തി അവരെ ഇവരുടെ ആജ്ഞാനുവർത്തികളാക്കി മാറ്റാനാണ് ഇവിടെ കോൺഗ്രസ് ശ്രമിക്കുന്നത്. ഇതിനെ BJP ശക്തമായി എതിർക്കുകയാണ്. ഈ നിലപാട് ഇവിടെ VD സതീശൻ അധികാരത്തിൽ വന്നതിന് ശേഷം എന്താണ് പറയുന്നത്? ആവശ്യം പോലെ പൈസ ഉണ്ടെന്നല്ലേ പറഞ്ഞത്. പിണറായി വിജയൻ പറഞ്ഞു കേരളം ദാരിദ്ര്യത്തിലാണെന്ന്. എന്നിട്ട് ഒരു ധവളപത്രം ഇറക്കി. ധവളപത്രം ഇറക്കിയാൽ ആ ധവളപത്രത്തിൽ മൊത്തം കള്ളമാണ് എഴുതി വെച്ചിരുന്നത്. കേന്ദ്ര സർക്കാരിന് കൊടുത്ത പൈസകൾ അനാമത്തായിട്ട് ചിലവാക്കുകയാണ് ഇവിടെ. അതുപോലെ തന്നെ ഇവരുടെ PRT വർക്കുകൾക്ക് വേണ്ടിയാണ് ഇവർ ചിലവാക്കുന്നത്. ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് വെറും വികസനമാണ്. BJP ഇതിനെതിരെ ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്.